Good morning, Tech Travelite from Nepal China border. Yes. അപ്പോൾ നമ്മൾ ഇന്ന് ടിബറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ താമസിച്ച ഇന്നത്തെ ഹോട്ടൽ റിവർ വ്യൂ ഹോട്ടലിൽ നിന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇറങ്ങി. സൂപ്പർ എക്സൈറ്റഡ് ടു വിസിറ്റ് ടിബറ്റ്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മുടെ ഷെർപ്പ ഭായി ഇവിടെ വണ്ടിയായിട്ട് റെഡിയായി നിൽക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. എന്താണ് ഫോർമാലിറ്റീസ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ ടെക് ട്രാവലിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. गुड मॉर्निंग भाई, कैसा है? गुड मॉर्निंग. बहुत बढ़िया है. बहुत बढ़िया है. ओके, वेरी गुड. चाइना जा रहे हैं. യെസ്, हम अब चाइना जा रहे हैं. അപ്പോൾ ചൈനയിൽ നിന്ന് വന്ന ഇഷ്ടംപോലെ ഇലക്ട്രിക് കാറുകളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. നമുക്ക് BYDയുടെയും മറ്റ് പല കമ്പനികളുടെയൊക്കെ കാറുകളാണ്. ഇതൊക്കെ ഈ ചൈനയിൽ നിന്ന് അവിടെ ബോർഡറിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നേപ്പാളിലെ പല ഭാഗങ്ങളിലേക്ക് ഓടിച്ചുകൊണ്ടാണ് മുമ്പായി പോകുന്നത്. ഈ പന്നം പിടിച്ച റോഡിൽ കൂടെ ഇത് ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ അടിയും തട്ടി എല്ലാം തട്ടി എങ്ങനെയൊക്കെയാണോ ഇത് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു നദിയുണ്ട്, തൃശ്ശൂൽ എന്നാണ് നദിയുടെ പേര്. ടിബറ്റിൽ നിന്ന് വരുന്ന നദിയാണ്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇമിഗ്രേഷനാണ് നേപ്പാളിൻ്റെ. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് വരാം. താങ്ക് യു സാർ. നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി എക്സിറ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ ഇമിഗ്രേഷൻ ഓഫീസ് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഉള്ളൂ. അതായത് ബോർഡർ കടന്നു കഴിഞ്ഞാൽ 2.25 മണിക്കൂർ മുന്നിലാണ്. അപ്പോൾ ഇവിടെ രാവിലെ 8 മണി എന്ന് പറഞ്ഞാൽ അവിടെ 10:15 ക്ലോസിംഗ് ടൈം ഉച്ചയ്ക്ക് 3 മണി. അപ്പം അവിടെയും ബോർഡർ ക്ലോസ് ചെയ്യും. സൺഡേ ടു സാറ്റർഡേ ഫോറിനേഴ്സിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേപ്പാളിൽ നിന്നും എക്സിറ്റ് ചെയ്തു. നമുക്കിനി ടിബറ്റിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ചൈനയിലെ വഴികളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നേപ്പാളിലെ വഴികളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നേപ്പാളിലെ വഴികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. പിന്നെ ഇതാണ് മറ്റേ നദി, നോക്ക്, തൃശ്ശൂൽ നദി. ഷോ, അത് എന്താല്ലേ, ഇത് മറ്റേ മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് മൊത്തം. പഹാടവും കണ്ടോ, നോക്കൂ. ലുക്ക് അറ്റ് ദാറ്റ് ഗായ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. രാവിലെ തിരക്കൊന്നും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ വെരി ക്വിക്ക് പാസ്പോർട്ട് കൊണ്ട് കൊടുത്തു, എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ച് തന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഫോർമാലിറ്റീസ് മുഴുവൻ ചൈനയിലാണല്ലോ. ഏത് അങ്ങനെയാണല്ലോ. ചൈനയിൽ കർശനമായിട്ടുള്ള നിയമങ്ങളാണ്, പ്രത്യേകിച്ച് ഇതിലൂടെ പോകുമ്പോഴത്തേക്കിനും. കാരണം നമ്മുടെ ഫോണിൽ ദലൈലാമയുടെ ഫോട്ടോസോ അങ്ങനെ കാര്യങ്ങളൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ദലൈലാമയുടെ പിക്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീജിയസ് പുസ്തകങ്ങളോ എന്തെങ്കിലും ലീഫ്ലെറ്റുകളോ ബ്രോഷേഴ്സോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും പാടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി ഡിപ്പോർട്ടഡ്, തിരിച്ചയക്കും, അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഏജൻറ്റും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. वो हमारा एजेंट. ओ ये नाम क्या है उसका? कर्मा നമ്മുടെ നേപ്പാളിൽ അവിടെ സ്കൂട്ടർ ഓക്കെ കർമ്മയാണ് നമ്മളെ ഇവിടെ സഹായിക്കുന്നത് ബാക്കിയുള്ള പരിപാടികൾക്കെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു ഗൈഡിൻ്റെ സേവനമില്ലാതെ നമുക്ക് ടിബറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതായത് ഒരു പാക്കേജ് എടുക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല, ഒറ്റയ്ക്ക് സോളോ ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ചൈനക്കാർക്ക് മാത്രമേ അങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ ആർക്കും അങ്ങോട്ട്, വേറൊരു രാജ്യക്കാർക്കും അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അന്ന് ധാരാളം ആളുകൾ ടിബറ്റിലേക്ക് പോകുന്നുണ്ട്. हेलमेट नहीं चाहिए, उसको हेलमेट कुछ भी नहीं चाहिए, ऐसे ही इधर का डोन है. ഓക്കെ, ഇവിടെ നിന്ന് ധാരാളം ആൾക്കാർ നേപ്പാളിലേക്ക് ചൈനയിലേക്ക് പോകുന്നുണ്ട്. ചൈനയിൽ ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങ് ദൂരെ എനിക്ക് ചൈനയുടെ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വാവ്, എൻ്റെ പൊന്നു. ഇവിടെ പല സ്ഥലത്തും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നേപ്പാൾ പണിതിട്ടുണ്ട്. കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമല്ലോ. അപ്പോൾ അത്ര കുത്തൊഴുകി വരുന്ന വെള്ളമല്ലേ. അപ്പോൾ അതവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പല കൺസ്ട്രക്ഷൻ നമുക്ക് പലത് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെ എനിക്ക് ചൈനീസ് ബോർഡർ കാണാൻ സാധിക്കും. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇതേപോലെ കുന്നും മലയൊക്കെ തന്നെയാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. വണ്ടികളൊക്കെ നോക്കി, ഇത് BYD അല്ലേ, ഇത് വേറെ കമ്പനിയുടെ വണ്ടിയാണ്. ഒരു വണ്ടികളല്ലേ കൊണ്ടിരുന്നത്, ഇലക്ട്രിക് വണ്ടികളാണ് മൊത്തവും. ഇവിടെ ഈ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ദിവസം ഒരു ബസ് പോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഏതൊരു ബസ്സാണെന്ന് തോന്നിയത്. ഉണ്ടായി കാണുന്ന വണ്ടി. പിന്നെ ചൈനയിലേക്ക് സാധനം എടുക്കാനായിട്ട് പോകാനായിട്ട് കുറേ ലോറികളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ടു ദ ബോർഡർ. ये रास्ता बहुत अच्छा नहीं है.
ഗൈസ് നമ്മൾ ബോർഡർ എത്തി എന്താ വണ്ടികളൊക്കെ സാധനം എടുക്കാൻ പോകുന്ന വണ്ടികളാണ്. ഇവിടെന്തോ വലിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആയിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചൈന ബോർഡർ. ചൈനയിലേക്ക് ആളുകൾ നടന്നൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങാണ് ചൈനയുടെ വെൽക്കം ബിൽഡിങ്ങും അതേപോലെ തന്നെ ഇമിഗ്രേഷനും ബാക്കിയുള്ള കസ്റ്റംസും എല്ലാം നടക്കുന്ന ബിൽഡിങ്ങുകൾ ആ കാണുന്നതാണ്. വളരെ മനോഹരമായിട്ട് വെൽക്കം ടു ചൈന എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിൽ സംഭവങ്ങൾ കാണാം. പിന്നെ ചൈനയിലേക്ക് പോകുന്ന പല വണ്ടികളും കാണാം. ഇവരിങ്ങനെ പല ഗ്രൂപ്പായിട്ടാണ് ഇവിടെ നിന്ന് കടത്തിവിടുന്നത്. ഉള്ളതല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നേപ്പാളിൻ്റെ ഒരു ഹെൽത്ത് ഡെസ്ക് ഉണ്ട്, പിന്നെ ഒരു കസ്റ്റംസ് ഓഫീസ് ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കസ്റ്റംസ് ഓഫീസാണ് ഈ കാണുന്നത്. കൊള്ളാമല്ലേ? അടിപൊളി. നമ്മുടെ ഇന്ത്യക്കാർ പല സ്ഥലത്തേക്കും ബൈക്കിൽ പോകുന്ന പോലെ ഇത് കണ്ടില്ലേ, ചൈനയിൽ നിന്ന് കുറേ ആൾക്കാർ ബൈക്കിൽ ട്രിപ്പ് അടിക്കാൻ വേണ്ടി വന്നാ. കമ്മിങ് ടു നേപ്പാൾ ഓൺലി ടു നേപ്പാൾ. ഓക്കെ, അവർക്ക് ഭാഷ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് എന്തോരം ബൈക്കേഴ്സ് നോക്ക്, അടിപൊളി ബൈക്കുകൾ അല്ലേ, കിടക്കാശി വണ്ടികൾ. ഇവരിപ്പോൾ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ നേപ്പാളിലേക്ക്. അപ്പോൾ ഇവരെ ചെക്കിങ്ങും പരിപാടികളും പല പ്രൊസീജിയേഴ്സ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. ഇവിടുത്തെ പട്ടാളക്കാരും പോലീസ് ഓഫീസേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. വീട്ടിലെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും നല്ല വണ്ടി പോകുന്നു, നല്ല വൈബ് സ്ഥലം. അപ്പോൾ നമുക്ക് അപ്പുറത്ത് നമ്മുടെ ഗൈഡ് വരാൻ ഒരു 15 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ഇയാൾ കർമ്മ കണക്ട് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഗൈഡുമായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഗൈഡ് എൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അവർ വിളിക്കും, എന്നാലും ഞാൻ അതോട്ട് പോകും. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ ഞാൻ ചൈന കയറാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കി പിന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ നേപ്പാൾ, സീ യു ചൈന. അവിടെ ചെന്നിട്ട് അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ചൈനയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ ഗൈഡ്. ഹിസ് നെയിം ഈസ് പസാങ്, റൈറ്റ്? പസാങ്. ആൻഡ് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഹലോ. വാട്ട്സ് യുവർ നെയിം? ഓക്കെ, നൈസ് മീറ്റിംഗ് യു. ഇവരാണ്. സോ ഇവർക്കൊരു ടിബറ്റൻ സ്റ്റൈൽ ഇവരുടെ ഒരു വാം വെൽക്കം ഉണ്ട്. വെൽക്കം ടു ടിബറ്റ്, താഷി ലേക്ക്. നമ്മൾ ഭൂട്ടാനിൽ പോയപ്പോഴും അരുണാചലൊക്കെ പോയപ്പോഴത്തേക്കിനും we have got the same thing. I've been to Bhutan also. Beautiful place. So we'll just walk around and come. അപ്പോൾ പ്രോസസ്സൊക്കെ സ്മൂത്ത് ആയിരുന്നു. ഞാൻ ബോർഡർ നടന്ന് ക്രോസ് ചെയ്ത് വന്നു. എൻ്റെ പാസ്പോർട്ട് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് വാങ്ങിച്ചു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഗൈഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പാസ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ കൊടുത്തതിന് ശേഷം ഇദ്ദേഹം എൻ്റെ കൂടെ വന്ന് അകത്ത് പോയിട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ചെയ്തതിന് ശേഷം കസ്റ്റംസ് ചെക്ക് ഉണ്ടായിരുന്നു. ബാഗ് വെറുതെ സ്കാൻ ചെയ്തതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ബാഗ് തുറന്നു നോക്കി, അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് തുണിയും ബാക്കിയുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താ, എൻ്റെ ഫോൺ എടുത്ത് അവർ ഗാലറി കംപ്ലീറ്റ് ഓപ്പൺ ആക്കി കാണിക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. അത് കംപ്ലീറ്റ് അവർ നോക്കി, ഒന്നുമില്ലായിരുന്നു. എവറിത്തിങ് ഈസ് ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ സംഭവമൊന്നും പാടില്ല. അപ്പോൾ ദിസ് ഈസ് ദ ബോർഡർ ഗേറ്റ്. അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത്. ഇവിടുത്തെ സംഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. അകത്ത് ഇവരുടെ ഇമിഗ്രേഷൻ ബിൽഡിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നേപ്പാളിലേക്ക് പോകുന്ന വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. ചൈനയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് നേപ്പാളിലേക്ക് പോകുന്ന ചൈനയിലെ പല സ്ഥലങ്ങളല്ല, തൊട്ടപ്പുറത്തൊരു 10 കിലോമീറ്റർ മാറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇവർ നേപ്പാളിൽ നിന്നുള്ള വണ്ടികൾ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഫൈനലി നമ്മളിവിടെ ചൈനയിലെത്തി ഗൈസ്. നമ്മുടെ ഈ എന്താ പറയുക, ട്രിപ്പിലെ 2ാമത്തെ രാജ്യം, ഇന്ത്യ കഴിഞ്ഞാൽ 3ാമത്തെ രാജ്യം. ഇവിടെ കയറി വരുമ്പോൾ എന്താണ്, ഇവിടെ എനിക്ക് ബാക്കിൽ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഇവർ ടിബറ്റൻസ് ആണ്. നേപ്പാളികൾക്ക് 15 കിലോമീറ്റർ വരെ ഇതിനുള്ളിലേക്ക് വരാം. അവർക്ക് പാസ്പോർട്ടൊന്നും വേണ്ട. ലോക്കൽ ഈ റസുവ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വരുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് വന്നു പോവാം. ഇവിടെ ഉള്ളവർക്കും അങ്ങോട്ടേക്ക് പോയിട്ട് വരാം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ നമുക്ക് കാണാം. ഉണ്ടാ, ടിബറ്റിലെ നമ്മളെ ഈ ഒരു പട്ടണത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത്. കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ബോർഡറിൽ നിന്ന് ആളുകൾ ഒക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ധാരാളം നേപ്പാളികളെ നമുക്ക് കാണാം. റെസ്റ്റോറൻറ്റുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. പിന്നെ കുറേ കെട്ടിടങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും അതൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നീങ്ങണം അടുത്ത സ്ഥലത്തേക്ക്. ഇന്ന് നമുക്ക് അധികം ദൂരമില്ല, കുറച്ച് സമയമുള്ളൂ പോകാനായിട്ട്. അപ്പോൾ പോയിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. വേറെ കുറച്ച് സംഭവങ്ങൾ ഞാൻ വണ്ടി കയറിയിട്ട് പറയാം. പല രാജ്യങ്ങളിൽ നിന്നുള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്യാമ്പർ വാനുകളടക്കം പിന്നെ കുറേ ബസ്സുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കണ്ടു. ഇത് കണ്ടില്ലേ, ഇത് ക്യാമ്പർ വാൻ. എനിക്ക് തോന്നുന്നു ഇത് യൂറോപ്പിലെ എവിടത്തെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ചൈനീസ് ആട്ടോ, ചൈനീസ് ക്യാമ്പർ വാനാണ്. ചൈനയിൽ ക്യാമ്പർ വാനൊക്കെ ഉണ്ടല്ലേ, അടിപൊളി, കൊള്ളാലോ. യുത്തോങ് RV എന്നും പറഞ്ഞുകൊണ്ടൊരു റിക്രിയേഷൻ വെഹിക്കിളാണ് ഈ കാണുന്നത്. മോട്ടോ ഹോം. നമ്മൾ UK പോയപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു വണ്ടി എടുത്താണ് നമ്മൾ കറങ്ങിയത്. ഇതുപോലുള്ള മോട്ടോർ ഹോമുകൾ നമുക്കിവിടെ കാണാം.
പിന്നെ ചൈനീസ് വണ്ടികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഈ ടിബറ്റൻ ഗ്രൂപ്പ് ടൂറുകൾക്ക് കൊണ്ടുപോകുന്ന ആളുകളെ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. ഈ നേപ്പാളിൽ നിന്ന് തന്നെ പല ഗ്രൂപ്പുകളിലായിട്ട് ആളുകൾ വരും. അത്തരത്തിൽ അവർ ഇത്തരത്തിലുള്ള വണ്ടികളിൽ ടിബറ്റിൽ പല സ്ഥലങ്ങളിലേക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകും. അതുപോലത്തെ മനോഹരമായിട്ടുള്ള കുട്ടി വണ്ടികൾ ഉള്ളതല്ലേ. അപ്പോൾ ശരിക്കും വേറൊരു കാര്യമാണ് ഞാൻ പറയട്ടെ, നമ്മൾ ശരിക്കും ഒരു ഗ്രൂപ്പ് വിസയാണ് ബേസിക്കലി നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് 4 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ടിബറ്റിലേക്ക് വരാനായിട്ട് വിസ കിട്ടുകയുള്ളൂ. നല്ല കാറ്റാട്ടോ ഇവിടെ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ മാത്രമാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൈഡ് എൻ്റെ വിസ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ബാക്കിയുള്ള 3 പേരുടെ പേര് അതിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും പ്രശ്നമാകും. കാരണം ഗ്രൂപ്പായിട്ട് കയറുമ്പോൾ ഗ്രൂപ്പായിട്ട് തന്നെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള 3 പേരുടെ പേരുകൾ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത്ര ഫോർമാലിറ്റീസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് മാക്സിമം. അതുകൊണ്ട് അത് പരിപാടി കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ ശരിക്കും ഭയങ്കര പേടിച്ചാണ് വന്നത്. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളൊന്നാമത് ഇവിടെ പാക്കേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്ത് അങ്ങനെ ഒന്നും ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാം. എവറിത്തിങ് വാസ് നൈസ്. അടിപൊളിയായിരുന്നു. നൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. ഓക്കെ വി ആർ ഡൺ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. On way to the town. Oh, you have the oxygen cylinder and all. Okay. No, you sit here. Okay, I'll sit here. Okay, I'll sit here. Okay. അപ്പോൾ എന്നെ പിടിച്ച് ഇവിടെ പറയിരുത്തി. അപ്പോൾ ഇത് കൊള്ളാമല്ലേ. എന്തായാലും നമുക്കിത് ബാഗിലെടുത്ത് വെക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 6000 അടി ഉയരത്തിലാണ്. നമ്മൾ ഈ ഒരു യാത്രയിൽ ഏകദേശം 19,000 അടി ഉയരം വരെ നമ്മൾ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 19 അത്ര, ഇത് കറക്റ്റ് എനിക്കറിയില്ല. പോകുമ്പോൾ ഞാൻ പറയാം. എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ നമ്മളതിൻ്റെ ആ ഒരു ബേസിലൂടെയൊക്കെ നമ്മൾ പോകുന്നതാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനി മുതൽ വെള്ളം കുടിക്കണം ധാരാളം. സോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഓക്സിജൻ്റെ അഭാവം വരും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുമ്പോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള വലിയ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇവിടെയുള്ള എല്ലാ വണ്ടികളിലും ഉണ്ടാവും. അതിനാണ് അത് ഇവരിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഡോക്യുമെൻറ്റ് ചെക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. 1-2 ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. പോലീസുകാരുടെയും യൂണിഫോമിലുള്ള ആൾക്കാരുടെയും ഒന്നും ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പാടില്ല എന്നൊക്കെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ടിബറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പാസ്പോർട്ടൊക്കെ പോയി കാണിക്കണം. ഇവരെല്ലാവരും നമ്മൾ 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ കൗണ്ടറിൽ പോയിട്ട് പാസ്പോർട്ടൊക്കെ കാണിച്ച് ഇവരുടെ ID കാർഡും മറ്റൊക്കെ കാണിച്ച് അവിടെ എൻട്രി ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. എനിക്കിപ്പോൾ തൽക്കാലം പുറകുവശത്ത് ഇരിക്കാനാണ് സ്ഥലം കിട്ടിയിരിക്കുന്നത്. മുമ്പിലിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം മുമ്പിൽ ചിലപ്പോൾ മിക്കവാറും ഇവരായിരിക്കും ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറയുമായിരുന്നു, നിലവിൽ ഇപ്പോൾ നേപ്പാളും ചൈനയും തമ്മിൽ ആകെയുള്ളൊരു പാസഞ്ചേഴ്സിന് പോകാൻ പറ്റിയൊരു ബോർഡർ എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ ഒരു ബോർഡർ ഞാൻ പറഞ്ഞില്ലേ, താത്തോപ്പാണി ബോർഡറിനും ഉണ്ടായിരുന്നു. ആ ബോർഡർ 2015 നേപ്പാളിൽ വലിയൊരു എർത്ത് ഉണ്ടായി. ആ സമയത്ത് അത് അവിടെ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ട് ആ ബോർഡർ ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ കണ്ടതിലും 10 മടങ്ങ് വലുപ്പത്തിലുള്ള ഒരു വലിയൊരു ഭീമാകാരമായിട്ടുള്ളൊരു ബോർഡറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബോർഡർ ഫെസിലിറ്റീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഭാവിയിൽ പിന്നീട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാവിയിൽ നമുക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് ഇതേപോലെ 2-3 ബോർഡറുകളൊക്കെ വന്നേക്കാം, സാധ്യതയുണ്ടാവും എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ കുന്നിൻ്റെയും മലയുടെയും സൈഡിലൂടെയുള്ള ആ വഴികളിലൂടെ ഇപ്പോൾ നമ്മൾ ടിബറ്റിലൂടെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടിബറ്റിൽ കയറിയപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല റോഡുകളും മറ്റുമൊക്കെയാണ്. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മളെ ഞെട്ടിക്കും ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതൊക്കെ. ഇത് നേപ്പാളി ഡ്രൈവർ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും പുള്ളിക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ടണലൊക്കെ ഉണ്ട്. It's okay. He's getting confused, I guess. എൻ്റെ അമ്മ പേടിച്ചു പോയി. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റിലൂടെ ഓവർടേക്ക് ചെയ്യണ്ടേ. അപ്പോൾ അവൻ ഹോണടി കേട്ടപ്പോഴത്തേക്കിനും അവൻ പേടിച്ചു പോയി. ഇറ്റ്സ് എ കൺഫ്യൂഷൻ ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇത് നല്ല റോഡാന്ന് നോക്കി ഇവിടെ കയറി വരുമ്പോഴത്തേക്കിനും രക്ഷയില്ല കേട്ടോ. ഞാനിങ്ങനെ പറയായിരുന്നു നമ്മുടെ ഗൈഡിനോട്, അതായത് പുള്ളിനോട് ചോദിച്ചു കാഠ്മണ്ഡുവിലേക്കുള്ള റോഡ് എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഹൊറിബിളായിരുന്നു, ഭയങ്കര ശോകമായിരുന്നു, വൻ ശോകമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെ ഞാൻ കണ്ടായിരുന്നു. കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ കാണിച്ചു, ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെ ടിബറ്റിൽ വളരെ നല്ല റോഡുകളാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇന്ത്യയിൽ നല്ല അടിപൊളി റോഡാണ്, നിങ്ങൾ ലഡാക്കിലൊക്കെ വന്ന് നോക്കണം, അവിടുത്തെ റോഡുകളും ടണലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടാൽ നിങ്ങളും ഞെട്ടും എന്ന് പറഞ്ഞു. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഈ നേപ്പാളിൻ്റെ അവസ്ഥയുണ്ടല്ലോ, ശരിക്കും ചെകുത്താനെ കടലിനെ നടക്കുക. അതായത് ചൈന സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ പ്രശ്നം ഉണ്ടാക്കും, ഇന്ത്യ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ചൈന പ്രശ്നം ഉണ്ടാക്കും. അതാണ് നേപ്പാളിൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞാൽ അവരിലാണെങ്കിൽ കാശും ഇല്ല. കാശും പിന്നെ എല്ലാവരും പറയുന്നത് അഴിമതി
അഴിമതി, കറപ്ഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും, കിട്ടുന്ന പൈസയൊക്കെ പല രീതിയിൽ ദൂർത്തടിക്കുകയാണ്. അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. നേപ്പാളിലുള്ള ആളുകൾക്ക് തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അവർ തന്നെ അവിടുത്തെ പല കാര്യങ്ങളും പറയുന്നത് കേൾക്കണം. എനിക്ക് പലതും വീഡിയോയിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ യാത്രയുടെ പുസ്തകം എഴുതുന്ന സമയത്ത് ആ പുസ്തകത്തിൽ ഞാൻ പല സംഭവങ്ങളും എഴുതുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും INB ട്രിപ്പിൻ്റെ പുസ്തകം എന്ത് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത് വെരി സൂൺ മിക്കവാറും ഈ യാത്രക്കിടയ്ക്ക് തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര കഴിയുന്നതോടുകൂടി ഈ യാത്രയുടെ പുസ്തകം നമ്മൾ എഴുതും. ഇപ്പോൾ ഞാൻ പുസ്തകത്തിൻ്റെ ഓൾറെഡി എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു ഈ ഒരു യാത്രയുടെ. അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു യാത്രയാണ് സത്യം പറഞ്ഞാൽ. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന പോലും എനിക്ക് അറിയാത്തൊരു യാത്ര. അങ്ങനെ ബോർഡറിൽ നിന്നും ഏകദേശം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഷ്ടി നമ്മൾ വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കെയറോങ് അല്ലെങ്കിൽ ജീറോങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു ടൗണിലേക്ക് എത്തുകയാണ്. ഇന്ന് നമ്മളിവിടെയാണ് താമസിക്കുന്നത്. ഈ ഒരു ചെറിയ ടൗണിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ സമയം 12 മണിയും നേപ്പാളിലെ സമയം 10 മണിയേ ആയിട്ടുള്ളൂ. ശരിക്കും ഇന്നൊരു ഫുൾ ഡേ നമ്മളിവിടെ താമസിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇപ്പം നിലവിൽ 10,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇനിയും ഫർദർ ഉയരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അക്ലിമറ്റൈസേഷൻ സംഭവിക്കണം നമ്മുടെ ശരീരം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ താമസിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെ ബാക്കി കാണാം. പിന്നെ ബാക്കി പരിപാടികളൊക്കെ കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. എനിക്കിതൊരു ഇൻ്റർനെറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ അയറാലും എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കിതൊരു നെറ്റ് കിട്ടിയിട്ടില്ല. എന്താ കിട്ടാത്തതെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ പൈസ എക്സ്ചേഞ്ച് ചെയ്യണം, ATM പൈസ എടുക്കണം. അങ്ങനെ നിറയെ പരിപാടികളുണ്ട് ഗൈസ്. ധാരാളം മുദ്രപത്രങ്ങൾ സൈൻ ചെയ്യേണ്ടി വരും. യെസ്. അപ്പോൾ നമ്മളിവിടെ ഈ ടൗണിലെത്തി. നമ്മളിവിടുത്തെ ഒരു പോലീസിൻ്റെ ഒരു ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് കാണിച്ചിട്ട് വേറൊരു പെർമിറ്റും കൂടി എടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലഡാക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ സ്പെഷ്യൽ ഏരിയ പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കത്തില്ലേ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും. അപ്പോൾ അതുപോലെ ഒരു പെർമിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ. കാരണം നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഭാഗത്തോടെ നാളെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ ഒരു പെർമിറ്റ് എടുത്തു. മനോഹരമായിട്ടുള്ള റോഡുകളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റോഡൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. കണ്ടില്ല, റോഡിൻ്റെ നടുക്ക് റെയിൻബോ കളറിൽ മാർക്കിംഗ് ഒക്കെ കണ്ടു. നല്ല കിടുക്കാച്ചി ഏരിയ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഇവൻ നമ്മൾ പോലീസ് ഇതിലാണ് പോയത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർ നമുക്ക് പ്രത്യേകിച്ച് ഇവരും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും അറിയണ്ട. എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കും. നമ്മളിപ്പോൾ ഏകദേശം 10,000 അടി ഉയരത്തിലാണ്. നമുക്ക് എന്ത് നല്ല സ്ഥലങ്ങൾ, നല്ല അടിപൊളി കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, വണ്ടികൾ എല്ലാം സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസം. ഇന്ന് നമുക്ക് താമസിച്ച റൂമിലോട്ട് ഇപ്പോൾ പോകും. അതിന് ബാഗൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങാം, ഭക്ഷണം കഴിക്കാൻ പോകാം. അങ്ങനെ പല പരിപാടികളുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇത് വലിയ ടൗണാണല്ലോ, ഉള്ളല്ലോ. ഇവിടെ നിറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് ഇറങ്ങി നടക്കാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ടൗണിലൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ പാസ്പോർട്ടും പെർമിറ്റും കൈ കരുതിയാൽ മതി. പിന്നെ അതിൽ പുള്ളിയുടെ നമ്പറൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എപ്പോഴും ഗൈഡ് ഉണ്ടാവണം. നടക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് അധികം ഇറങ്ങി നടക്കരുത് എന്ന് പുള്ളി പറഞ്ഞു. കാരണം നമ്മൾ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ സെറ്റാവണം. അധികം ഇറങ്ങി നടക്കി കഴിഞ്ഞാൽ നമ്മൾ കിതച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി എല്ലാം കുളവും. പിന്നെ ഈ സാധനമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ടൂർ ഗ്രൂപ്പിൻ്റെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം താഴെ തന്നെ റെസ്റ്റോറൻറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ജാക്കറ്റ് ഇട്ടില്ലേ പണിയാവും. കാരണം ചെറിയ കാറ്റുണ്ട്. കാറ്റടിക്കുമ്പോഴത്തേക്കിന് തണുപ്പ് വരുന്നുണ്ട്. വെൽക്കം ടു മൈ ഹോട്ടൽ ഇൻ ലാസ. ഓക്കേ, റൂമിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഒരു റൂമിന് എത്രയാണ്? 700 RMB. സാധാരണ റൂം 260 RMB, സ്റ്റാൻഡേർഡ് റൂം 400 RMB. ഒരു RMB എന്ന് പറഞ്ഞാൽ 11 രൂപയാണ്. നമ്മൾ കംപ്ലീറ്റ് പേയ്മെൻറ്റും കൊടുത്തിട്ടില്ല ഇതുവരെ. അത് നമ്മൾ കൊടുക്കണം. അത് നമ്മളെല്ലാ സംഭവങ്ങളും കൂടെ ചേർന്നൊരു പാക്കേജാണ്. ഒരു 3 ലക്ഷം രൂപയുടെ പാക്കേജ്. ഹായ്. അങ്ങനെ ഫൈനലി പ്ലീസ് ഗോ അപ്പ് ദ സെക്കൻഡ് ഫ്ലോർ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നതായതുകൊണ്ടേ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാർക്കും സംസാരിക്കാനൊക്കെ അറിയില്ല. അത്യാവശ്യം കുറച്ചൊക്കെ സംസാരിക്കും. ആ പോലീസിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ മൈ റൂം ഈസ് 8207 ആൻഡ് ദാറ്റ് കംസ് ദിസ് സൈഡ്. നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ എല്ലാം. അയ്യോ, ഞാൻ കിതയ്ക്കുന്നുണ്ടോ? അത് ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെയാണ്. ഈ കിതപ്പ് വരാൻ പാടില്ല. അതിനാണ് നമ്മളിവിടെ ധാരാളം വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഇവിടെ വൈഫൈ കിട്ടി, പക്ഷേ അത് വെച്ച് നമ്മുടെ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യുകയല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ you need to time. Nice.
അടിപൊളി മുറിയാണല്ലോ. എൻ്റെ അമ്മോ, ബാക്കി വിട്ടിരിക്കട്ടെ. കൊള്ളാട്ടോ, നല്ല മുറി. നൈസ് റൂം. അമ്മോ എൻ്റെ അമ്മേ, കൊള്ളാല്ലേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. ഫുൻഷോക്ക് കംസാങ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. കണ്ടോ, ഫുൻഷോക്ക് കംസാങ് ഹോട്ടൽ. നല്ല റൂം, നല്ല വലിയ റൂമാണ്. എവറിത്തിങ് ഈസ് നൈസ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ചെന്ത് കഴുകാനുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് കുപ്പി കൈ കരുതണം. കണ്ടോ, ഇവിടെ ആ സാധനമില്ല. ഓൺലി ടിഷ്യൂ പേപ്പറാ. പിന്നെ ഹെയർ ഡ്രയറും നല്ല അടിപൊളി ടവലൊക്കെ വെച്ചിട്ടുണ്ട്. ചൂടുള്ളതൊക്കെ കിട്ടുമായിരിക്കും. ഹോട്ട് വാട്ടർ ഷവർ യു ക്യാൻ ടേക്ക്. അപ്പം ഞാൻ ലെറ്റ് മീ ട്രൈ ടു ഫിഗർ ഔട്ട് മൈ ഐറാലോ ഞാൻ എടുത്താണ്, വർക്ക് ചെയ്യുന്നില്ല. സോ ലെറ്റ് മീ ട്രൈ ടു ഫിഗർ ഔട്ട് വൈ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ആൻഡ് വൈഫൈയും പരിപാടിയൊക്കെ ഒന്ന് നോക്കട്ടെ. ചൈനീസ് കപ്പുകളൊക്കെ കണ്ടില്ലേ, നമുക്ക് അടിപൊളിയല്ലേ സംഭവം. ഞാനിവിടെ ഐറാലോടെ മറ്റേ സപ്പോർട്ട് ടീമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു ചെറിയ മിസ്റ്റേക്കാണ്, അതല്ലെങ്കിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിം എടുത്താലും ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്താലും ഒന്നും നമ്മുടെ ജിമെയിലോ വാട്സപ്പോ ഫേസ്ബുക്കോ ഗൂഗിൾ ക്രോമോ ഗൂഗിൾ സെർച്ച് ഒന്നും വർക്ക് ചെയ്യില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. ഇവിടുത്തെ സിം എടുത്താൽ പോലും ഒന്നും വർക്ക് ചെയ്യില്ല. VPN ഉപയോഗിക്കണം. VPN ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില VPN എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. ഞാനിപ്പം ഫേസ് ടൈം വെച്ചിട്ട് VPN ഇല്ലാതെ വീട്ടിൽ കോൾ ചെയ്തു. VPN ഉപയോഗിച്ചപ്പോഴത്തേക്കിന് ആദ്യം വർക്ക് ചെയ്തില്ല, പക്ഷേ ചില സമയത്ത് വർക്ക് ചെയ്ത്, പക്ഷേ സ്ലോ ആയിരിക്കും. പക്ഷേ ഏറ്റവും സേഫ് പരിപാടി എന്ന് പറയുന്നത് ഐറാലോ എടുക്കുന്നതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ചൈനയിൽ വരികയാണെങ്കിൽ ഞാൻ ഐറാലോടെ പാക്കേജ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വർക്ക് ചെയ്യും, റെഡിയാവും. ഐറാലോ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വെരി സിമ്പിളാണ്. ഇന്ത്യയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ നിന്ന് VPN വെച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ബാൻ ചെയ്തിരിക്കുന്നു സംഭവങ്ങൾ. പക്ഷേ ബാക്കിയെല്ലായിടത്തും വർക്ക് ചെയ്യും. ഐറാലോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾക്ക് ഞാനൊരു കൂപ്പൺ കോഡും ഉണ്ട്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് $3 കിട്ടും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കും കിട്ടും $3. വിൻ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഇത് കണ്ടില്ലേ, വണ്ടി ഫോർഡിൻ്റെ വണ്ടിയാണ്. വണ്ടിയൊക്കെ ഫുട്പാത്തിൻ്റെ മേളിലാണ് കയറ്റിയിട്ടിരിക്കുന്നത്. നമുക്ക് ഇത് നമ്മുടെ നാട്ടിലൊരു ഹർത്താൽ ദിവസം നടക്കുന്ന പോലെ ഉണ്ട് എനിക്കിപ്പം. നോക്കി, ചുറ്റിനും പർവ്വതങ്ങൾക്ക് നടുവിൽ ഒരു സംഭവം. അപ്പോൾ ഇവിടെ ഒരു ATM ഉണ്ട്. അപ്പോൾ എനിക്ക് പൈസ എടുക്കണം. സോ ലെറ്റ് മീ ടേക്ക് മണി ഫ്രം ദ ATM. താങ്ക് യു. നമ്മുടെ ഒക്കെ വർക്ക് ചെയ്യുമായിരിക്കും, നോക്കട്ടെ. ഓ, പൈസ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ 3000 RMB എടുത്തു. 3000 RMB എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 രൂപ വരും. മോനെ നോക്ക്, കണ്ട നല്ല ഫ്രഷ് പെടക്കണ നോട്ട്. 100, 200, 300, 400, 500. കാശിയർനായി ഗൈസ്. Yeah, I've got money. Now I'm rich. Yeah. But still I didn't get the internet. എന്തോ ബൈക്കാന്ന് നോക്കിയേ. ഇത് മറ്റേ BMW വണ്ടിയാണ് തോന്നുന്നു. ആയിരിക്കും, അറിയത്തില്ല. ഒരുമാതിരി വണ്ടിയല്ലേ. ഇതിലൊക്കെ കയറി ഇരിക്കണമെങ്കിൽ തന്നെ ആരോഗ്യം വേണം. ചെറിയൊരു കാറ്റുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ എല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് കളറൊക്കെ ചെയ്തിട്ടിരിക്കുന്നു. വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി. നാറ്റം. പിന്നെ എന്താ പറയുക, ഇവിടെ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ചൈനയിൽ ഇതേ നമ്മുടെ അമിതാഭ് ബച്ചൻ വരെ ഉണ്ട്. കണ്ടോ, നമുക്ക് കണ്ടോ. വേറെ എന്താ വേണ്ടേ? അമിതാഭ് ബച്ചൻ ഈസ് ഓൾസോ ദർ. സോ തിങ്സ് ആർ കമ്മിങ് ഫ്രം ഇന്ത്യ ഓൾസോ ഹിയർ. ഫ്രം നേപ്പാൾ, ഐ ഡോണ്ട് നോ. നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടുത്തെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടേക്കായിരിക്കും കൊണ്ടിരുന്നത്. കൊള്ളാലോ, എന്ത് റിച്ച് ഫീലിംഗ് ആണെന്ന് നോക്കി ഇതിനകത്ത് വന്നപ്പോഴത്തേക്കിനും. നൈസ് റെസ്റ്റോറൻറ്റ്, ഗുഡ്. നല്ല മണവും. അവിടെ ബാറും സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉള്ള പോലെ. നല്ല ആംബിയൻസ് ആണല്ലോ ഇത്. അടിപൊളി ആംബിയൻസ്. എനിക്ക് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല കേസ്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് നോക്കിയേ, പൂരി, തുക്ക, ചിക്കൻ ചില്ലി, പിന്നെ മക്രോണി, ചൗമീൻ, പിന്നെ ഓംലെറ്റ്, എല്ലാ സംഭവങ്ങളുണ്ട്. ഖാനയുണ്ട്, നമ്മുടെ നേപ്പാളി സ്റ്റൈൽ ഫുഡുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. ആലു റൊട്ടി വരെ കിട്ടും, പൂരി, തർക്കറി, എന്താ വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. പുള്ളിക്കാരി ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ എല്ലാ ഭാഷയും സംസാരിക്കും. ഇതിപ്പോൾ ടിബറ്റൻ ഭാഷയാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. അങ്ങനെ നമുക്ക് ചായ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഷുഗർ നോബഡി വിൽ ഡ്രിങ്ക് ഗ്രീൻ ടീ വിത്ത് ഷുഗർ. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഞാൻ പുള്ളിയോട് നമ്മുടെ താഷിനെ പറ്റി പറയായിരുന്നു. ഹായ്. हाय हेलो। आप ब्लॉग बनाते हैं क्या? यस, ब्लॉग बनाते हैं। क्या है यूट्यूब में नाम? आपको यूट्यूब मिलते हैं इधर? हाँ मिलते हैं। Okay. क्या है ये? टेक सब्सक्राइब कर लेता हूँ। टेक ट्रैवल ईट। ट्रेक ट्रैवल ईट। नॉट ट्रेक, टेक अभी टेक
TECH TCH. ടെക് ട്രാവലീറ്റ്. പറഞ്ഞു വന്നത് ഇവിടെ ഈ ചൈനയിൽ എല്ലാവരും ടീ കുടിക്കുന്ന ആൾക്കാരല്ല. ഇവിടുത്തെ ആൾക്കാർ രാവിലെ ബട്ടർ ടീ ആണ് കുടിക്കുന്നത്. നമ്മൾ കാശ്മീരി പേപ്പർ കിട്ടിയില്ലേ, പകൽ ഇവർ മസാല ചായ കുടിക്കും. ഏകദേശം ഒരു ഇന്ത്യൻ നേപ്പാളി കൾച്ചറൊക്കെ ഈ ഭാഗത്ത് നിയർ ബൈ ബോർഡർ ആയതുകൊണ്ടുണ്ട്. ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ ഇവിടെ പ്രതീക്ഷിച്ചത്. അപ്പോൾ നമുക്കൊരു ഗ്രീൻ ടീ കിട്ടിയിരിക്കുകയാണ്. ഗ്രീൻ ടീ. Veggie, right? Oh, thank you so much. Right? Thank you so Don't much. put the meat. Okay, it's a big mistake for me today. അപ്പോൾ Today is നമുക്ക് 15th ചിക്കൻ of ചൗമീനാണ് ഇത് September. വാങ്ങിച്ചിരിക്കുന്നത്. ചിക്കൻ ചൗമീൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. നൈസ്. ഇത് നമ്മുടെ നൂഡിൽസിൻ്റെയും ചൈനീസ് നൂഡിൽസിൻ്റെയും ഇടയ്ക്കുള്ളൊരു ടേസ്റ്റാണ്. കൊള്ളാം. നമ്മളവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. 35 യുവാനായി, 35 RMB ആയി ഫുഡ്. ഇവിടെ ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തോരം സാധനങ്ങളാണെന്ന് നോക്കിയത്. ഡാബർ ആംല ഗോൾഡ്, പാർലേജി ബിസ്ക്കറ്റ്, കുറേ സാധനങ്ങളുണ്ട്. ഈ പാർലേജിയൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. ഇതൊക്കെ ഇവിടെ ചൈനയിലുണ്ട്. അത് പൊളിച്ച്. നമുക്ക് ഇവിടെ അടുത്തൊരു ഒരു ടെമ്പിളാണ്. നമുക്കിപ്പോൾ അവിടേക്ക് പോവാം. ഇതുണ്ടോ ടാങ്ക് എന്ന് പറഞ്ഞൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പിൻ്റെ മറ്റേ റാംഗ്ലറിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ കോപ്പി ആയിരിക്കും മിക്കവാറും. എനിക്ക് എന്തൊരു ഇത് ടാങ്ക് എന്ന്, ഈ വണ്ടിയുടെ പേരാണ് ടാങ്ക് എന്ന് പറയുന്നത്. എന്ത് ലുക്കല്ലേ. ഇവിടുത്തെ കുഞ്ഞ് പെറ്റോട്ടകൾ കണ്ടു. ഇതിൻ്റെ അറ്റത്തൊരു സാധനം കണ്ടോ. അതായത് ഇതെന്താണെന്നറിയോ, ഇത് ഇങ്ങനെ കൈ പിടിക്കാൻ വേണ്ടി, അതായത് കൈ പിടിക്കുമ്പോൾ തണുക്കാതിരിക്കാൻ വേണ്ടി ഇതിലിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്ന സാധനമാണ്. കണ്ടില്ലേ, കാരണം തണുപ്പുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഗ്ലൗസ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുക്കുകയല്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കിൽ ഒരു മഞ്ഞുമലയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ടെമ്പിൾ എന്ന് പറയുന്നത്. എൻ്റെ ഐറാലോ വർക്കൗട്ടായി. ഇപ്പം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാട്സപ്പും ബാക്കിയുള്ള സംഭവങ്ങളും യൂട്യൂബും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പാപ്പ ടെമ്പിൾ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്, പാപ്പ ടെമ്പിൾ. ഈ പാപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് പണ്ട് കാലത്ത്, അതായത് ഈ നേപ്പാളിൽ നിന്നുള്ള ഒരു പ്രിൻസസ്, അതായത് ചിസുൻ എന്ന് പറഞ്ഞ ഒരു പ്രിൻസസ്, അവർ ലാസയിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ കയ്യിൽ സഖ്യമുനിയുടെ 3 ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്റ്റാച്യു വെച്ചിട്ട് അവർ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനവർ പാപ്പ ടെമ്പിൾ എന്നാണ് അവർ പറയുന്നത്. ഇത് ആക്ച്വലി ഈ ടിബറ്റിൽ ഏകദേശം 3000-ലധികം ഇതുപോലെയുള്ള മൊണാസ്ട്രികളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് അവിടെ കണ്ടോ മഞ്ഞുമല, കണ്ടോ നോക്കി മഞ്ഞുമല കണ്ട മഞ്ഞുമല. ടിബറ്റിൽ ഏകദേശം 3000-ലധികം വരുന്ന മൊണാസ്ട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഭൂരിഭാഗവും നമുക്കറിയാം, ടിബറ്റിലെ ആളുകൾ എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ദലൈലാമ ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പഞ്ചൻ ലാമയുണ്ട്, പിന്നെ വേറെ കുറേ ലാമമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ശരിക്കും പല ആൾക്കാർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ ഒരു ടിബറ്റിനെ പറ്റിയുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റുന്ന രീതിയാണ് എനിക്കിവിടെ ശരിക്കും വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ആളുകൾക്ക് എപ്പോഴും എന്താ പറയുക, അവർക്ക് അവരുടെ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിനും അവർക്ക് ആ ഒരു സംഭവങ്ങൾ ചെയ്യുന്നതിനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ് നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത്. നല്ല വെയിലും ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. ഇടയ്ക്ക് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം കുറച്ചും കൂടെ കൂടും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ ഒരു നഗരത്തിലുണ്ടല്ലോ നമുക്ക് ധാരാളം നേപ്പാളിൽ നിന്നുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, നേപ്പാളിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു പർട്ടിക്കുലർ ദൂരം വരെ പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം നേപ്പാളികളെ, ഞങ്ങൾ ഹോട്ടലിൽ കണ്ട, റെസ്റ്റോറൻറ്റിൽ കണ്ട നേപ്പാളി യുവതിയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഭൂട്ടാനിൽ പോയപ്പോൾ നമ്മൾ കണ്ടൊരു സംഭവമാണ്. ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും. ഇത് ഈ ഒരു സ്ഥലത്തെ ശുചീകരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ധാരാളം ടിബറ്റൻ ഫ്ലാഗുകൾ, നമ്മൾ ടിബറ്റൻ ഫ്ലാഗ് ഇത്ര നാൾ ലഡാക്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലല്ലേ കണ്ടത്. അങ്ങനെ നമ്മൾ ടിബറ്റിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് ഇതാ സുഹൃത്തുക്കളെ കാണുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടിബറ്റൻ ഫ്ലാഗിൻ്റെ അടിയിൽ നമുക്ക് കരിങ്കല്ല് വെച്ചുള്ള ഇത്തരത്തിലുള്ളൊരു ഇതുപോലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയുമുണ്ട് പ്രയർ വീൽസ്, ഇതൊക്കെ ഇവരുടെ കൾച്ചറാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ, നമുക്ക് ഇവരുടെ പല കഥകളും വരച്ച് കാണിക്കുന്ന പല ചുമർ ചിത്രങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഗൈഡും ഒരു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഗണപതിയുടെ ഒരു വിഗ്രഹം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ ഫ്രൂട്ടിയും മറ്റു പല സംഭവങ്ങളും ഒക്കെ നൈവേദ്യമായിട്ട് അർപ്പിക്കുന്നു. അപ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു പ്രയർ വീൽസ് ചുറ്റി കറക്കി നമുക്ക് ഇങ്ങനെ ഇതിന് ചുറ്റിനും ഒരു പ്രദക്ഷിണം എടുക്കാം.
ആ ഒരു ക്ഷേത്ര കോമ്പൗണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കളർഫുൾ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ചുമർ ചിത്രങ്ങളാണ് ശരിക്കും എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇവിടുത്തെ ആൾക്കാർ നമ്മളെപ്പോലെ കേട്ടോ വളരെ ഒച്ചത്തിലേ സംസാരിക്കുള്ളൂ. ചൈനക്കാർ പൊതുവേ എങ്ങനെയാണ്, നമ്മുടെ ആൾക്കാരെ പോലെ തന്നെയാണ്. നമ്മളെപ്പോഴും ഇവിടെ പോയാലും കലവിലല്ലേ. ഇവിടുത്തെ ആൾക്കാർ അതേപോലെ തന്നെ നല്ല കലവിലിയാണ് മൊത്തം എല്ലാവരും. ഇവിടെയൊക്കെ അവിടെ ഇവിടെ എല്ലാം നമുക്ക് ചൈനീസ് ഫ്ലാഗുകൾ ഇങ്ങനെ കാണാം. ഇതിൻ്റെ ഓഫീസ് ബിൽഡിങ്ങും മറ്റൊക്കെ ആണെന്ന് തോന്നുന്നു. അവിടെ ഇതിൻ്റെ മേലെല്ലാം ചൈനീസ് ഫ്ലാഗുകൾ കാണാൻ സാധിക്കും. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്, ലോക്കലായിട്ടുള്ള ആളുകളും ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് US, പിന്നെ യൂറോപ്പ്, പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഇന്ത്യക്കാരൊക്കെ വളരെ കുറവാണ്. ഇന്ത്യക്കാർ ശരിക്കും ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് മാനസരോവറല്ല മറ്റേത് കൈലാസ് മാനസരോവർ യാത്രയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പം കുറേ വിസ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യക്കാർ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വരെ നമുക്ക് വരാം. ഇതിനകത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് വളരെ പഴക്കം ചെന്നൊരു മൊണാസ്ട്രി ആണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇത് കണ്ടോ, ഇതൊക്കെ പഴയ ചിത്രങ്ങളാണ് കണ്ടോ. എന്തല്ലേ, ഇതാണ് ഇതിൻ്റെ ഉൾവശം. നോക്കിയേ എത്ര മനോഹരമെന്ന് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സഖ്യമുനിയുടെ ഒരു പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ അകത്ത് ദലൈലാമയുടെ ചിത്രം കാണാൻ പറ്റില്ല. പകരം പഞ്ചൻ ലാമയുടെ, അതായത് പഴയ പഞ്ചൻ ലാമയുടെയും മരണപ്പെട്ട പഞ്ചൻ ലാമയുടെയും ഇപ്പോഴുള്ള പഞ്ചൻ ലാമയുടെയും ചിത്രങ്ങൾ നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. പിന്നെ ധാരാളം ബുദ്ധന്മാരുടെ ബുദ്ധ സ്റ്റാച്യൂയും കാണാൻ സാധിക്കും. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പ്രാർത്ഥനയുടെ സമയം വല്ലതും ആകുമ്പോഴത്തേക്കിനും തുറക്കത്തുള്ളതായിരിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല മണമൊക്കെയാണ് ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും. നല്ലൊരു ബ്യൂട്ടിഫുൾ ടെമ്പിൾ. അങ്ങനെ സമയം ഇപ്പോൾ 6 മണിയായി. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന് റൂമിൽ വന്ന് നേരെ ഇറന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ 2-3 ഹിമാലയൻ വണ്ടികൾ ഇവിടെ ഇരിക്കുന്നു. എവിടെയെങ്കിലും റോഡ് ട്രിപ്പ് പോകുന്ന വണ്ടികളായിരിക്കും, ട്രിപ്പ് അടിക്കാൻ പോകുന്ന വണ്ടികളായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടെന്നേ. ഇത്ര ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങാണ്. ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത് രാത്രി 9 മണിക്കാണ്. 9-9:15 സൺസെറ്റ് വരുമ്പോഴത്തേക്കിനും. സോ അത്രയും സമയമുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നമ്മുടെ ഗൈഡ് അവിടെ ഹോട്ടലിൽ ഇരിപ്പുണ്ട്. പുള്ളി അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. എന്നോട് എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരാൻ പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണട്ടെ. അതല്ല രസം. ചൈനയിൽ ഇതുവരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. എപ്പോഴും സൈർബായും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് മീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാവലിൻ്റെ വണ്ടികൾ ഇത് ഇന്ത്യയിൽ വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ഇവരെല്ലാവരും ഫുട്പാത്തിലാണല്ലോ വണ്ടി പാർക്ക് ചെയ്യുന്നത്. എന്നാടാവുകയെ. പിന്നെ അതേപോലെ എനിക്ക് വീചാറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. വീചാറ്റ് ഒരു രക്ഷയില്ല. വീചാറ്റ് കിട്ടാനില്ല എനിക്ക്. ഞാൻ കുറേ നോക്കി. വീചാറ്റ് ഇവിടുത്തെ സിം ഉണ്ടല്ലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ വീചാറ്റ് എടുക്കണം. അതിന് ഇവിടുത്തെ സിം എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ നമുക്കിപ്പോൾ തൽക്കാലം തേരാപ്പാര കുറച്ച് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു ബോർഡർ ടൗൺ. ആ ബോർഡർ ടൗണിൽ എന്തൊക്കെ കാണുമോ അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ അങ്ങനെ റോഡിലൊന്നും അത് ആൾക്കാരൊന്നും കാണത്തില്ല. ശരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ചൈന എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. എപ്പോഴും റോഡിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചെറു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം. അതേപോലെ തന്നെ ചൈനയിൽ നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരികയാണെങ്കിൽ ചൈനയിൽ നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്യുവാണെങ്കിലും അവിടെ പാസ്പോർട്ട് നിങ്ങളെപ്പോഴും കൈ കരുതണം. പാസ്പോർട്ടും നിങ്ങളുടെ വിസയും അതെപ്പോഴും നിങ്ങളുടെ കൈ കരുതണം. അപ്പോൾ അത് വളരെ നിർബന്ധമാണ്. എവിടെ വേണമെങ്കിലും പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ അത് കാണിക്കാനുള്ള ഇത് നമുക്കുണ്ട്. കാണിച്ചില്ലെങ്കിൽ അവർ നമ്മളെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? അതേൽ ഇവരെ ചൈനീസ് ഫ്ലാഗ് ഉണ്ട് കണ്ടോ. സ്ട്രീറ്റ് ലൈറ്റ് അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ് അല്ലേ. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ് ലൈറ്റ്. പിന്നെ ഇവിടെ ടാങ്കിൻ്റെ വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റാംഗ്ലർ പോലെ തന്നെ ഇല്ലേ ശരിക്കും ടാങ്ക്. പൊളിച്ച് കിടുന്ന ലുക്കാണ് ഈ വണ്ടി. ഒരു രക്ഷയില്ല. ലാൻഡ് ക്രൂസറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ ലാൻഡ് ക്രൂസറാണ്. പിന്നെ ഇത് ഏതാ സാധനം, ലെക്സസ്. ഒരു താഴ്വാരം. ആ താഴ്വാരം വളരെ മനോഹരമായിട്ട് ഇടിച്ച് നികത്തിയെടുത്ത് അവർ വളരെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ പണിത് ആളുകൾക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും ഇവരെ സംബന്ധിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ആ റോഡൊക്കെ കണ്ടില്ലേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ റോഡാണ്, എന്ത് സംഭവങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ നേപ്പാളിൽ എന്താണ് കണ്ടത് അല്ലേ. ഭയങ്കര കഷ്ടമാണത്. എന്തോ അത് എന്തോ അനൗൺസ്മെൻറ്റ് കേൾക്കാം. ചൈനീസ് ഭാഷയിലാണ്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. എനിക്ക് എൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയായിരുന്നു ഐഫോണിൻ്റെ. ഞാനൊന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഒരു എത്ര രൂപയാണ് ചോദിക്കുന്നത് നോക്കട്ടെ. ഹായ്, യു ഹാവ് സ്ക്രീൻ ഗാർഡ്? ഗ്ലാസ്. ഓക്കെ. iPhone 15 Pro. 15 Pro. യാ, വലിയ കടയാണല്ലോ. സംഭവങ്ങളുണ്ടല്ലോ. എത്ര രൂപ പറയുമോ ചോദിച്ചു നോക്കാം. എൻ്റെ അമ്മ എന്തൊരു സ്റ്റോക്കാണ് ഉള്ളിടയിൽ. How much? This Chinese money. 30. Okay.
ഓക്കെ, അത് കുഴപ്പമില്ലല്ലോ, ലാഭമാണല്ലോ. 350 രൂപയുള്ളൂ. നോ, പ്ലെയിൻ. Not this. ലാഭം കേട്ടോ, 350 രൂപ. What's your name? My name? My name is Sun Lung Tao. Sun Lung Tao. Okay. Anybody in India? India. No Nepali, India. നിമിഷ നേരങ്ങൾ കൊണ്ട് സ്ക്രീൻ കാർഡ് മാറ്റി തന്നിരിക്കുകയാണ്. അടിപൊളി, കൊള്ളാം. ഇത് ഓൾ ഇൻ ഓൾ ആട്ടോ ഈ കട. ഇതിനകത്ത് ഫ്ലെക്സ് പ്രിൻറ്റിങ്ങും പിന്നെ ഫോട്ടോസ്റ്റാറ്റ്, DTP, പിന്നെ എന്തോരം സാധനങ്ങൾ, എന്തൊക്കെ സംഭവങ്ങളാണുള്ളത്, എല്ലാ പരിപാടിയും ഉണ്ട് പുള്ളിക്ക്. അവിടുത്തെ വലിയ റിച്ച് മാനാണെന്ന് തോന്നുന്നുണ്ടോ. ഇവരുടെയൊക്കെ പൈസയാണ് ബുദ്ധിമുട്ട്. ഇവരെല്ലാവരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു. ശിഷ്യ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ, തൂത്ത് തുടച്ച് വൃത്തിയാക്കി. അവരുടെ ചൂല് കണ്ടോ, എങ്ങനത്തെ ചൂലാണെന്ന് എനിക്ക്. സ്പായൊക്കെ ഉണ്ട് ഇവിടെ, സൂപ്പർ മാർക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സ്പായ ഉണ്ട്, നല്ല മണം, എന്തിൻ്റെയൊക്കെ ഫുഡിൻ്റെ മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നുന്നു. നൈസ്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ടിബറ്റിൽ പൊതുവേ കുറച്ച് എക്സ്പെൻസീവാണ് ജീവിതം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ഗൈഡും അത് പറഞ്ഞു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ടിബറ്റ് വളരെ ജനസംഖ്യ കുറഞ്ഞൊരു സ്ഥലമാണ്. ചൈനയിലെ ഏറ്റവും ജനസംഖ്യ കുറവുള്ളൊരു സ്ഥലമാണ് ടിബറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ തിങ്സും പച്ചക്കറിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് വരണം. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാനിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെയാണെങ്കിൽ വാടി ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള പച്ചക്കറിയും മറ്റൊക്കെയായിരുന്നു കൂടുതലും. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാട്ടോ ഇത്. അപ്പം ഇവർക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രൈ മീറ്റും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൈലിക്സ് പോലത്തെ ഏതൊരു ചൈനീസ് വണ്ടിയാണ്. എനിക്ക് ഇതില്ല, ഇതിൻ്റെ മേളിലാണ് ഈ കയറ്റിയിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഇന്ന് ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുന്നതെന്ന്. ഗ്രേറ്റ് വാൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് വാൾ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടോ ആവോ. എന്തൊക്കെയോ വലിയ ക്രെയിനുകളൊക്കെ വെച്ച് എന്തൊക്കെയോ പരിപാടികളാണ്. നോക്കി എന്താ സംഭവം നോക്കി. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ആണ്. ഇവിടെ വണ്ടികൾ, വേറെ വണ്ടികളൊന്നും പോകുന്നൊരു റോഡല്ല, ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ആണ്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കോ പരിപാടികളോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ നടത്തുകയാണ് ഇവർ. എന്നാലും ഇത് എന്ത് വണ്ടിയല്ലേ, എന്ത് സൈറ്റിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നെന്ന് നോക്കി. അതാണ് സംഭവം, മനസ്സിലായോ. ഇത് വെച്ചിട്ട് ആ വണ്ടിയിൽ കമ്പിയുണ്ട്, ആ കമ്പി എടുത്തിട്ട് ഇവിടെ ഏതോ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റുന്ന പരിപാടിയാണ്. കണ്ടാ നോക്ക്, ഇത്ര സിമ്പിൾ പരിപാടിയാന്ന് നോക്കി. ഇവിടെ ഏതോ ബിൽഡിങ്ങിൻ്റെ മേളിൽ, അതിൻ്റെ മേളിൽ വർക്ക് നടക്കുകയാണ് അവിടെ. കണ്ടോ, അത് കണ്ടാ, എടുത്തുകൊണ്ട് പോണ പോക്ക് കണ്ടോ, കമ്പി കണ്ടാ. എൻ്റെ ദൈവമേ, ഈ പുള്ളിയാണ് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. എത്ര ഈസി ആയിട്ടാണ് അത് മേളിലോട്ട് കൊണ്ടുവന്ന് നോക്ക്. അത് അവർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റുകയാണ്. കണ്ട് ഈസി ആയിട്ട് അവിടെ കൊണ്ട് വെച്ച്, എത്ര സിമ്പിളായിട്ട് അവിടെ വെച്ച് നോക്കി. നമുക്കിവിടെ ഒരു കടയിൽ കയറാം, നല്ല ഭംഗിയുള്ളൊരു കട. എന്താ സംഭവം നോക്കട്ടെ. എൻ്റെ അമ്മോ, ഇത് ഓ മൈ ഗോഡ്. ഓരോരോ സാധനങ്ങൾ കണ്ടോ, വണ്ടിയും കൊണ്ട് എല്ലാം വന്നായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകായിരുന്നു. ഇത് കണ്ടോ, ആൻറ്റി ഹെയർ ലോസ്, കഷണ്ടിക്കുള്ള മരുന്നാണ്. ദൈവമേ, ചൈനയിൽ മൈസൂർ സാൻഡൽ സോപ്പോ, അതുവരെ ഞാൻ കണ്ടു. ചൈനയിൽ മൈസൂർ സാൻഡൽ സോപ്പ്, പ്രോഡക്റ്റ് ഓഫ് ബാംഗ്ലൂർ, ഇന്ത്യ. അടിപൊളി. ഇത് മറ്റേ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽ സംഭവങ്ങളൊക്കെയാണ്. ഒക്കെ എന്ത് ഫാൻസി ഐറ്റംസ് ആണല്ലേ സൈഡിലെ കാണാനായിട്ട്. അടിപൊളിയല്ലേ, സൂപ്പർ, ഒന്നും പറയാനില്ല, കിടിലൻ സ്ഥലം. ആ കടയിൽ കൂടുതലും ഉണ്ടായിരുന്നത് മെയ്ഡ് ഇൻ നേപ്പാൾ സാധനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ജാക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ ബാഗും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെയ്ഡ് ഇൻ നേപ്പാൾ. ഇവിടെ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ അന്നേരം പാൻറ്റ് വാങ്ങാനായിട്ട് നോക്കാനായിട്ട് ഒരു ട്രയൽ റൂമൊന്നുമില്ല. ഇവിടെ പുറത്ത് നിന്ന് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. ഞാനൊരു പാൻറ്റ് എടുത്തിട്ട് ഞാനിവിടെ പുറത്ത് നിന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ മൊത്തം നേപ്പാളികളാണ്. നേപ്പാളിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്, മനസ്സിലായോ. അപ്പോൾ അവരിവിടെ താമസിച്ച് ഇവിടെ ജോലി ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഒന്ന് ജോലി ചെയ്യാനും മറ്റൊക്കെ പറ്റും. ഞാൻ ഇങ്ങനെ കുറേ പാൻറ്റുകൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദീദി, ये പാൻ कितना, ये कितने का, हाउ मच 150. ഓക്കെ ഫൈൻ ഓക്കെ. इसका ബ്ലാക്ക് मिलेगा, ബ്ലാക്ക്. ഞാൻ പിന്നെയും പാൻറ്റ് മാറും. ഇങ്ങോട്ട് വരല്ലേ ചേച്ചി. ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. मिल गया बस इधर ही है. ब्रांड किट्टी गाइस, न्यूजीलैंड का ब्रांड है. कॉपी है ना, ओरिजिनल नहीं है ना, कॉपी है ना. അവസ്ഥ കടക്കാത്ത ചൈനയെ വന്ന് കടക്കാത്ത നിന്ന് തുണി ഊരി പബ്ലിക്കായിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയോ ഗൈസ്? പാൻറ്റൊക്കെ വിൽക്കുന്ന സ്ഥലത്ത്. ചാത്ത സാധനമാണ് കാഠ്മണ്ഡുവിൻ്റെ, പക്ഷെ കുഴപ്പമില്ല. ഇതിനകത്ത് ചൂട് ഇതിനകത്ത് കയറി. ഇവിടെ നിന്നാണ് ഞാൻ തുണി മാറിയത്. സോ വി വിൽ ടേക്ക് ദിസ് നൈസ് പാൻറ്റ്. ഹായ്,
എനിക്ക് ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുകയാണ്. ഹൗ മച്ച്? 155. 155. No discount? 150. 150? ഓക്കെ. കൊല്ലം റേറ്റ് നിവൃത്തിയില്ലണ്ടായിപ്പോയി ഗൈസ്. താങ്ക് യു. ബാക്കി കിട്ടി ഗൈസ്. നമുക്ക് പോവാം. അതങ്ങനെ ഒരു കൊല്ലണ റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് 1800 രൂപ. അതാണ് ഇത് ഇവിടെ ഇന്ത്യൻ സാധനങ്ങളാണല്ലോ ദൈവമേ മൊത്തം. ഫ്രൂട്ടി, ആർട്ടിഫിസ്, പാർലേജി, ആഹാ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി. സമയം ഇപ്പോൾ എത്ര മണിയായെന്നറിയാം നിങ്ങൾക്ക്? സമയം ഇപ്പോൾ ഇന്ത്യയിൽ 5 മണി. പിന്നെ നമ്മുടെ ഇവിടെ ടിബറ്റിൽ 7:40, രാത്രി 7:45. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒരു 9 മണി 9:15 ആകുമ്പോഴേ ഇവിടെ ഇരുട്ടുള്ളൂ. ബൈക്കേഴ്സൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ ബൈക്കേഴ്സുണ്ട്. ടിബറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ചൈനയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ തന്നെ കറങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് വരുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ലഡാക്കിലൊക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് അവർക്ക് ഈസി ആയിട്ട് വരാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മലയുടെ താഴ്വാരത്ത് തന്നെയുള്ള ഒരു വലിയ ഒരു ടൗൺ അതാണിത്. അപ്പോൾ നമുക്കിനി ഡിന്നർ കഴിക്കാനായിട്ട് പോകാം. ഞാൻ നമ്മുടെ പസാങ്ങിനെ വിളിക്കട്ടെ. പസാങ് നല്ല പേരല്ലേ പസാങ്. ഹിന്ദിപ്പാട്ട് ഗൈസ്, ഹിന്ദിപ്പാട്ട്. ദൈവമേ, ഞാൻ ചൈനയിലാണോ? ദൈവമേ, ഇവിടെ എവിടെയാണല്ലോ നമ്മൾ രാവിലെ ലഞ്ച് കഴിക്കാൻ വന്നത്. അവിടെ തന്നെ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്. സെയിം റെസ്റ്റോറൻറ്റ്, തക്കാളി റെസ്റ്റോറൻറ്റ്. ഐ തിങ്ക് യു ലൈക്ക് ദിസ് റെസ്റ്റോറൻറ്റ്, റൈറ്റ്? Am I right? No, he, my friend. Hi. How are you? Nice to meet you. Yeah, sure. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ്, അടിപൊളിയാണ്. ബിയറൊക്കെ എന്നും വൈകിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബിയറൊക്കെ അടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു കൾച്ചറാണ് ബിയർ എന്ന് പറയുന്നത്. നല്ല ഹിന്ദി പാട്ടൊക്കെ കേട്ട് ഇത് ഇവിടെ കണ്ടോ, ലാസ ബിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ബിയറുണ്ട്, ലാസ ബിയർ. അപ്പോൾ എനിക്ക് ഇവർ ബിയർ ഒഴിച്ച് തരുന്നുണ്ട്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, എന്നാലും കുഴപ്പമില്ല. ഇവരോട് നിർബന്ധിക്കുമ്പോൾ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇച്ചിരി ബിയർ അവർ ക്ലപ്പ്. അപ്പോൾ ഇത് ചപ്പാത്തി പോലത്തെ സാധനം, നല്ല കട്ടിയുള്ളൊരു ബ്രെഡ്, പിന്നെ ചിക്കൻ കറി. ഇതാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ച് ആൾക്കാർ വരുന്നു. നല്ല പ്രായമുള്ള ആൾക്കാരാട്ടോ. I'll just come. ഒന്ന് പോയി നോക്കട്ടെ. ഒരു പാട്ടൊക്കെ പാടുന്ന അവിടെ ഉള്ളല്ലോ. ഇവര് ഫുഡ് കഴിക്കാൻ വരിക റെസ്റ്റോറൻറ്റിലേക്ക്, പാട്ടൊക്കെ പാടിയിട്ട്. നോക്ക്, കൊള്ളാല്ലേ. ഒരു പ്രത്യേകതരം വേഷമൊക്കെയാണ് അവരുടെ. കൊള്ളാവേ. ഇവരെവിടത്തുകാരാണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെവിടത്തുകാരാണെന്ന്. ഹായ്, വെർ ആർ യു ഗൈസ് ഫ്രം? I come Nepal. You are from Nepal. Which part of Nepal? Raswa. Rasua. Oh, so these are Rasua people? All Raswa. Oh, nice. Thank you. Good. നമ്മളെ ബോർഡർ വില്ലേജ് ഇല്ലേ റസുവ, അവിടുത്തെ ആൾക്കാരാണിത്. ഇവരവിടെ ഇരുന്ന് പാടുന്നുണ്ടോ? ഭക്ഷണത്തിന് മുന്നേ പാടുന്ന എന്തെങ്കിലും സംഭവമായിരിക്കും. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ബില്ല് ഗൈഡാണ് കൊടുത്തത്, എന്നെ കൊണ്ട് കൊടുപ്പിച്ചില്ല. അപ്പോൾ ഇവരോട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള ആൾക്കാർ, നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റും അടിപൊളിയായിരുന്നു. നൈസ്. നോക്ക്, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട് കുറച്ച് ആൾക്കാർ, ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് ആൾക്കാർ. സമയം ഇപ്പോൾ രാത്രി 8:45. അപ്പോൾ ഇവിടെ എന്താ ഇരുട്ടാത്തതെന്ന് വെച്ചാൽ, ഇത് ശരിക്കും നേപ്പാളിനടുത്തല്ലേ കിടക്കുന്നത്. അപ്പോൾ ബേസിക്കലി നേപ്പാൾ ടൈമാണ്. ചൈന മൊത്തത്തിൽ ഒറ്റ ടൈം സോണേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ബീജിംഗ് ടൈം എന്നാണ് പറയുന്നത്. അപ്പം ബീജിംഗ് ടൈമിലേക്ക് കയറുമ്പോഴത്തേക്കിനും ഇപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കിനും ബീജിങ്ങിലൊക്കെ ഇരുട്ടും. പക്ഷേ ഇവിടെ ഇപ്പുറത്ത് ഇത്രയും ദൂരെ ആയതുകൊണ്ട്, ചൈന വലിയ രാജ്യമാണല്ലോ, ഇവിടെ ഇരുട്ടുമ്പോഴത്തേക്കിനും 9:15, 9 മണി 9:15 ആവും. നമ്മൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഡൽഹിയിലൊക്കെ ചിലപ്പം നേരത്തെ ഇരുട്ടും, കേരളത്തിൽ വൈകി ഇരുട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഇല്ലേ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, സെയിം സംഭവം തന്നെ. നേപ്പാളി പാട്ടാ കേട്ടോ, നേപ്പാളി പാട്ട്.
ദൈവമേ, ഇവിടെ വന്നിട്ടൊരു ചൈനീസ് വൈബ് കിട്ടുന്നില്ലല്ലോ. ആകെ ചൈനയിലുള്ള എഴുത്തും ചൈനയുടെ കൊടിയും മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു നേപ്പാളി ഹിന്ദി വൈബ്. ബോർഡർ ടൗൺ ആയതുകൊണ്ടാണ്. നാളെ മുതൽ നമ്മളിവിടെ നിന്ന് മാറുമ്പോഴത്തേക്കിനും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. എനിവേ ലെറ്റ്സ് ഗോ ബാക്ക് ടു റൂം നൗ. രാത്രി 9 മണിയായി. വൈകിട്ടായപ്പോഴത്തേക്കിനും നല്ല രസമായില്ലേ, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല വൈബായി കേട്ടോ. ഇവിടെ എന്ത് രസമാണെന്ന് നോക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ല മനോഹരമായിട്ടുള്ളൊരു വില്ലേജ്. വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ വന്നു. ഇവരിപ്പോഴാണ് വരുന്നത്, നേരത്തെ ഇല്ലായിരുന്നു. കുറേ തടിയുടെയും സിൽവറിൻ്റെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. മാല കണ്ടോ നമുക്ക്, ഇതുണ്ടോ, ഇതുപോലത്തെ മാല, സിൽവറിൻ്റെ ബൗള് ഒക്കെ ആയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ വലിയ ഫോറിനറാണ് കേസ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അയ്യോ, ചൈനയുടെ ഇൻറ്റീരിയർ വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഷോപ്പിൻ്റെ പേര് കണ്ടോ, ഫ്രണ്ട്ഷിപ്പ് നേപ്പാൾ സ്റ്റോർ. അപ്പോൾ ഇവിടെ എന്താ സംഭവം വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയത്, ഇവിടെ നേപ്പാൾ എന്ന് പറയുന്ന തൊട്ടടുത്ത രാജ്യത്തെ റസുവ എന്ന് പറയുന്ന സ്ഥലം, അതായത് റസുവ ഏരിയയിലുള്ള ആളുകൾക്ക് ഇവിടെ ടിബറ്റിൽ ഈ ഭാഗത്ത് വന്ന് ജോലി ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊക്കെ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പോലെ തന്നെ ഇവർക്കപ്പം എന്താ പറയുക, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരാളെ ജോലിക്ക് വെക്കുന്നതിലും അഫോർഡബിളായിട്ട് അതിൻ്റെ 1/3 പൈസയ്ക്ക് നേപ്പാളിൽ നിന്നുള്ള ഒരാൾ ഇവിടെ വന്ന് ജോലി ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ധാരാളം നേപ്പാളികളായിട്ടുള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ഒരു പോളിസി ഉണ്ട്. ആ ഒരു പോളിസി പ്രകാരമാണ് അത്തരത്തിൽ ചെയ്യുന്നത്. അത് കാരണം അവർക്ക് ആ ഒരു ബോർഡർ ജില്ലയിലുള്ള ആളുകൾക്ക്, അതും ചൈന മൊത്തത്തിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, ഈ ഭാഗത്ത് ടിബറ്റിലെ ഈ ഒരു ഭാഗത്ത് മാത്രം വന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. റോഡിലാണെങ്കിൽ വണ്ടിയും കിണ്ടിയും പോലും ഇല്ല. എന്നാലും അവിടെ ഇവിടെ എല്ലാം ട്രാഫിക് സിഗ്നലുകൾ വെച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അത് ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ആകെ എനിക്കിവിടെ ഞാൻ വണ്ടടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫുട്പാത്തിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതെന്തിനാണോ അങ്ങനെ. രാത്രിയായപ്പം ഫുൾ വൈബായി, ലൈറ്റൊക്കെ ഇട്ട് എല്ലായിടത്തും, അതും ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിന് മുമ്പിലെത്തി. ഈ കാണുന്ന ആണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. അപ്പോൾ നമുക്കിനി ഹോട്ടലിൽ പോകണം, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. എനിക്കിതുവരെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം VPN കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇല്ല, പിന്നെ അയറാൽ വെച്ച് ചെയ്യേണ്ടി വരും. എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ ടിബറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു ടിബറ്റിൽ വരിക എന്നുള്ളത്. എൻ്റെ ഈ ഒരു KLT UK യാത്രയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്രയും കൂടെയാണ് ടിബറ്റിലേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ TV യിൽ കാണുന്നവർ തീർച്ചയായും ഫോൺ എടുത്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ഭയങ്കര ഒരു അപ്രിസിയേഷൻ ആയിരിക്കും. ഞാൻ തന്നെയാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ എപ്പോഴും കമൻറ്റുകൾ നോക്കും, ലൈക്ക് ചെയ്യും, റിപ്ലൈ ചെയ്യും, എല്ലാ സംഭവങ്ങളും ചെയ്യാറുണ്ട്. സോ ഫീൽ ഫ്രീ ടു കമൻറ്റ് ഇറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ കാണാം. ഇവിടെ നിന്ന് നാളെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക്. അതെ, സീ ടുമോറോ ഗൈസ്, ബൈ.